തിരികെ ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓദ് അർബായിം യോം നിനവേ നെഹപാക്കെത്ത് 5 വാക്കുകൾ മാത്രമുള്ള ഈ ഒരു പ്രസംഗമാണ് നിനവയുടെ മാനസാന്തരത്തിന് കാരണമായത്. അത് യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും. Yet 40 days and Nineveh shall be overthrown. ഉന്മൂലമാകും, ഓവർത്രോൺ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് നെഹപാക്കെത്ത് എന്ന എബ്രായ പദമാണ്. ഈ വാക്കിന് 2 വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന്, മറിച്ചിടുക, നശിപ്പിക്കപ്പെടുക എന്ന അർത്ഥത്തിൽ ഓവർത്രോൺ എന്നും, മറ്റൊന്ന് മാറ്റുക, തിരിഞ്ഞു വരിക എന്ന അർത്ഥത്തിൽ ഓവർടേൺ എന്നും. ഇവിടെ ഓവർത്രോൺ എന്ന അർത്ഥത്തിൽ ആണെങ്കിൽ നിനവ വിൽ ബി ഡിസ്ട്രോയിഡ്, നിനവയുടെ നാശത്തെപ്പറ്റിയും, ഓവർടേൺ എന്ന അർത്ഥത്തിലാണെങ്കിൽ നിനവ ഈസ് എബൌട്ട് ടു ബി ചേഞ്ച്ഡ് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 25-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ സൊദോം ഗൊമോരയുടെ നാശത്തെപ്പറ്റി സൂചിപ്പിക്കുന്നിടത്ത് ഓവർത്രോൺ എന്ന അർത്ഥത്തിൽ അവരുടെ നാശത്തെപ്പറ്റി സൂചിപ്പിക്കുന്നിടത്തും, ആവർത്തന പുസ്തകം 23-ാം അധ്യായം 5-ാം വാക്യത്തിൽ ബിലയാമിൻ്റെ ശാപം ഇസ്രായേൽ ജനതയ്ക്ക് അനുഗ്രഹമായി യഹോവ തീർത്തതിനെപ്പറ്റി സൂചിപ്പിക്കുന്ന തരത്തിലും ഉപയോഗിക്കുന്നു. Your God turned for you the curse of Balaam into blessing. ഈ വാക്ക്, ഈ വാചകം, ഈ പ്രസംഗം നിനവേ ജനതയ്ക്ക് ഒരു സൂചനയായിരുന്നു. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ മുഖത്ത് നോക്കി പാപം ചെയ്തത് ബോധ്യപ്പെടുത്തുന്നത് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ there was an opportunity to be changed. ഇതുതന്നെയാണ് നിനവയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. നിനവയുടെ നാശം ആണ് 40 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത് എന്ന് പറയുന്ന അതേ പദം അവർക്കൊരു സാധ്യത കൂടെ നൽകുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനം തിരിഞ്ഞു വരാനായിട്ടുള്ള ഒരു സാധ്യത. ദൈവവചനം അതെത്രമാത്രം കേൾക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് എപ്രകാരം സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നിനവ നഗരം നമ്മെ പഠിപ്പിക്കുന്നത്, ആ ജനത നമ്മെ പഠിപ്പിക്കുന്നത്. കേവലം 5 വാക്കുകൾ മാത്രമുള്ള ഒരു പ്രസംഗം ഒരു ജനതയുടെ മുഴുവൻ മാനസാന്തരത്തിന് കാരണമായെങ്കിൽ നാം എപ്രകാരം ദൈവവചനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഘടകം. ഈ നോമ്പ് അപ്രകാരം ഒരു ഓവർടേണിന്, ഒരു ചേഞ്ചിന്, ഒരു മാറ്റത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.